ഹാസ് ബൊട്ടാണിക്കൽ ഹെവൻ. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പെന്നി വോട്ടിനെ കുറിച്ചാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് പെന്നി വോട്ട്. ഈ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ബക്കറ്റ് പോലെ ഇരിക്കും, ഗ്രീൻ ബക്കറ്റ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും, ഗ്രീൻ ബക്കറ്റ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ആമയെ പോലെ വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. ഇത് നമുക്ക് വാട്ടർ പ്ലാന്റ് ആയിട്ടും വളർത്താം, മഡിലും വളർത്താം. ഇത് അങ്ങനെ രണ്ട് തരത്തിൽ വളർത്താവുന്ന ഒരു പ്ലാന്റാണ്. വെള്ളത്തിൽ വളർത്തുന്നതുകൊണ്ട് ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ടേബിളിൽ, ടീ ടേബിളിൽ, ഡിന്നർ ടേബിൾ എല്ലായിടത്തും നമുക്കിതിങ്ങനെ വെക്കാം. എവിടെ വേണേലും നമുക്ക് വെക്കാം. ഇതിന് വാട്ടർ ഡ്രോപ്പിംഗ് ഉണ്ടാകത്തില്ല. നമ്മൾ വെക്കുന്ന സർഫേസ് ക്ലീൻ ആയിട്ടിരിക്കും. നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട. ഇതിലൊരു വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട. ഇതിന് നമുക്ക് മെയിൻ്റനൻസ് ഒത്തിരി കുറവാണ്. ജസ്റ്റ് വെള്ളം ഒഴിച്ച് വെക്കുക, ഫസ്റ്റ് പോട്ടി മിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പോട്ടി മിക്സ് മെയിൻറ്റെയിൻ ആയി കഴിഞ്ഞപ്പം ചെടി അകത്ത് വെച്ചുക. പിന്നെ അത് നല്ലതായിട്ട് വളർന്ന് നല്ല വലുതായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മണ്ണിൽ ഒരു 2 or 3 പ്ലാന്റ്സ് ഞാൻ വെച്ച് മണ്ണിൽ കിളത്ത പെന്നി വോട്ടാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെടികളെ പോലെ വെള്ളം എപ്പോഴും ഒഴിക്കണം. ഇത് മണ്ണിൽ നിന്ന് വെള്ളം ഡ്രോപ്പ് ആകും, ഇരിക്കുന്ന ഏരിയ ഡേർട്ടി ആകും. അങ്ങനെ ഇത് രണ്ട് തരത്തിൽ വളർത്താം. പക്ഷേ എനിക്കിഷ്ടം വെള്ളത്തിൽ വളർത്തുന്നതാണ് ഈ ചെടി. വെള്ളത്തിൽ ചെടി വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, പ്ലാന്റ്സ് അങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇത് വളരുന്ന വിധം ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ്. നമ്മൾ എത്ര പ്ലാന്റ് വെച്ചാലും, നമ്മൾ 1 or 2 പ്ലാന്റ്സ് ഇതിനകത്ത് വെച്ചാലും അതിങ്ങനെ ഈ എഡ്ജിലാണ് സറൗണ്ട് ആകുന്നത്. ഇത് കണ്ടോ, എഡ്ജ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത് എഡ്ജിൽ സറൗണ്ട് ആവുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ബക്കറ്റ് അല്ല അങ്ങനെയാണ് തോന്നുന്നത് നമുക്ക്. ബക്കറ്റ് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഗ്രീൻ ഫുള്ള് ഇങ്ങനെ സറൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇലയ്ക്ക് നല്ല ഗ്രീനിഷ് കളറാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ പൂ ഇതാണ് ഇതിൻ്റെ പൂവ്. പൂവിന് വലിയ ഭംഗിയൊന്നുമില്ല, ജസ്റ്റ് പൂ ഇടയ്ക്ക് ഇങ്ങനെ വരും. പൂ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പൂവിനെ ഇങ്ങനെ പിച്ചി കളയുക. ഇങ്ങനെ പൂവിനെ നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ, പൂ ഉണങ്ങി കഴിയുമ്പോൾ ഈ പരുവത്തിൽ വരും. ഈ പരുവത്തിൽ വരുമ്പോൾ നമ്മൾ പൂവിനെ പിച്ചി അങ്ങ് കളഞ്ഞേക്കും. അപ്പോൾ ആ പ്ലാന്റ് നല്ല ഗ്രീനിഷ് ആയിട്ടിരിക്കും. ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഭംഗിയാണ്. ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണ് വീടിൻ്റെ വാതൊക്കെ. റീപ്ലാന്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ പെന്നി വോട്ട് വെരി എക്സ്പെൻസീവ് പ്ലാന്റ്സ് ആണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വെരി എക്സ്പെൻസീവ് പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഇത്രയും ഒരു പ്ലാന്റ് ഞാൻ വിൽക്കുകയാണെങ്കിൽ, അതായത് ഞാൻ മേടിക്കുവാണെങ്കിൽ, ഞാൻ വിൽക്കാറില്ല കേട്ടോ പ്ലാന്റ്സ്. ഈ പ്ലാന്റ് ഞാൻ മേടിക്കുവാണെങ്കിൽ ഹൈദരാബാദിലെ റേറ്റ്, ഈ ഒരു ബേസൻ വിത്ത് പ്ലാന്റ് ഞാൻ മേടിച്ചാൽ നല്ല ഷോപ്സ്, അതായത് നേഴ്സറീസ് എന്നോട് ഒരു 2000 rupees മേടിക്കും. പിന്നെ അറിയാവുന്ന നേഴ്സറീസ് ഒരു 200 വില കുറയ്ക്കും, അത്രേ ഉള്ളൂ. സോ ഈ പെന്നി വോട്ടിനെ എങ്ങനെ മിക്സ് ചെയ്യണം? എല്ലാ പോട്ടി മിക്സ് പോലെയല്ല പെന്നി വോട്ടിൻ്റെ മിക്സ്. പെന്നി വോട്ടിൻ്റെ മിക്സ് ചെയ്ത് ഇതുപോലത്തെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പോട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ ഇതിങ്ങനെ തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് താഴെക്കൂടെ ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് വീടിനകത്ത് തൂക്കിയിടാം, വീടിൻ്റെ കോറിഡോറിൽ ഇങ്ങനെ ബാൽക്കണിയിൽ തൂക്കിയിടാം. ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴോട്ട് വീണ് അവിടെ എല്ലാം ഡേർട്ടി ആകുന്നതായിട്ടൊന്നുമില്ല ഇങ്ങനത്തെ ഒരു പോട്ടിലാക്കി ഇട്ടാൽ. അതായത് ഹാങ്ങിങ് പോട്ടിന് കിഴുത്ത് ഇടാതെ നിങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതെങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് ഞാൻ മിക്സിംഗ് പോട്ട് കാണിക്കാം. മിക്സിംഗ് ഐറ്റംസ് എല്ലാ പോട്ടിനെയും പോലും അല്ല, ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ മിക്സിംഗ് പോട്ട്. ഒരു 1 portion ഓഫ് ദ മണ്ണ്, സോയിൽ. ഇത് നമ്മുടെ കൗഡർ, അതായത് ചാണകപ്പൊടി. ഇത്രയും ചാരൽ ഞാൻ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വെള്ളം ഡേർട്ടി ആകാതിരിക്കാനാണ്. ഒന്നുമില്ല, നമ്മൾ ഇതിനകത്തോട്ട് ഫസ്റ്റ് ചാരലൊഴിച്ച് ബാക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് രണ്ടും മിക്സ് ചെയ്ത് അങ്ങ് ഇടുക. ഇത്ര ഇടുക. ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇച്ചിരി ജസ്റ്റ് വെള്ളം നനവുണ്ടാകണം, അത്രയേ ഉള്ളൂ. പിന്നെ പോട്ട് കട്ട് ചെയ്യുക. പോട്ട് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നോക്ക്, പോട്ട് ഇങ്ങനെയാണ് വളരുന്നത്. പെന്നി പോട്ട് വളരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഡിഫിക്കൽട്ടിയാണ് നമുക്ക് കട്ട് ചെയ്യാൻ. അത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ചാൽ പോട്ട് ഭയങ്കര ഹെവിയാണ് വളർന്നു കഴിയുമ്പോൾ. ഇതുണ്ട്, ഒരു സൈഡ് മൊത്തം ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുത്തു. ഈ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഒരു ലെയറായിട്ട് വരും. നമ്മൾ
ഇങ്ങനൊരു ലെയറായിട്ട് നമുക്ക് കിട്ടും. ഈ ലെയറായിട്ട് കിട്ടിയ ഇതിനെ നമ്മൾ സറൗണ്ടിൽ അങ്ങ് ഫിക്സ് ചെയ്യുക. ഇതോ ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്യുക. സറൗണ്ടിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണ് ഇടുക. ചരലിടുക. ചരൽ എന്തിനിടുന്നെന്ന് വെച്ചാൽ വെള്ളം ഡേർട്ടി ആകാതിരിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന വെള്ളം എല്ലാം കൂടെ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വരും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഫില്ല് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഫില്ല് ചെയ്യുക. ഇതിനി ഒരു 4 to 5 ഡേയ്സ് കഴിയുമ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് ഫില്ലാകും. ഇത് നിറച്ച് ഫില്ലായി ഇതുപോലൊരു പോട്ടാകും, ഇതുപോലൊരു പ്ലാന്റ് ആകും. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇത്രയുമുള്ളത് ഇതിങ്ങനെ നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞൊരു ജസ്റ്റ് 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ട് ആകും ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത്. ഒരു 1 വീക്ക് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിനെ വീഡിയോ കാണിക്കാം. എന്തെങ്കിലും പിന്നെ ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ പ്രസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളും കാണാൻ പറ്റും, ഉപയോഗപ്രദമായിരിക്കും.